നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, അതിനകത്ത് ആദ്യം വരുന്നത് സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസും ആണ്. നിങ്ങൾക്ക് അറിയാന്നുള്ള സാധനമാണ് അല്ലേ? എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് അലോൺ. അപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. പിന്നെ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ. അപ്പം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇനി ഇത് ഓരോന്നിനും എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. സ്കേലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറയൂ. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ്. ടൈമിന് അപ്പം സമയം എത്രയായി എന്ന് ചോദിക്കുന്നു. 8 മണി. അതിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ടൈം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലേ? ടൈം, പിന്നെ സ്പീഡ്, പിന്നെ ഡിസ്റ്റൻസ്, പിന്നെ ഇലക്ട്രിക് കറണ്ട്, ഇതെല്ലാം സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാ? വർക്ക് വെക്ടർ ആണോ സ്കേലർ ആണോ? വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി ഡോട്ട് പ്രോഡക്റ്റ് ആണ്, സ്കേലർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ പ്രോഡക്റ്റ്, സ്കേലർ ക്വാണ്ടിറ്റി ആണ്. ഇനി വെക്ടർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറ. ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ വെലോസിറ്റി, പിന്നെ ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. ഇനി ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആവണമെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്ന് വിചാരിച്ച് വെക്ടർ ആണോന്നില്ല. പിന്നെ എന്തുകൂടെ അറിയണമെന്നാണ് പറഞ്ഞത്? അതിന് ഇറ്റ് മസ്റ്റ് ഒബേ ദ റൂൾസ് ഓഫ് വെക്ടർ അഡീഷൻ. റൂൾസ് ഓഫ് വെക്ടർ അഡീഷൻ കൂടെ ഒബേ ചെയ്യണം. വെക്ടർ അഡീഷന്റെ റൂൾസ് ഏതൊക്കെയാ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. അപ്പൊ ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആവണമെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് വേണം. പിന്നെ മാഗ്നിറ്റ്യൂഡ് 0 ആയാലും പ്രശ്നമില്ല. ഇനി ഡയറക്ഷൻ വേണം. പിന്നെ അത് വെക്ടർ അഡീഷന്റെ റൂൾസും ഒബേ ചെയ്യണം. ഈ 3 കണ്ടീഷനും ഒബേ ചെയ്താൽ മാത്രമേ ആ ക്വാണ്ടിറ്റി വെക്ടർ ആവൂ. ഇനി നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഇല്ലേ? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, പക്ഷേ അത് വെക്ടർ അല്ല. എന്താ കാര്യം? ഈ കറണ്ട് എന്ന് പറയുന്നത് വെക്ടർ അഡീഷന്റെ റൂൾസ് ഒന്നും ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് കറണ്ട് എന്ന് പറയുന്നത് വെക്ടർ അല്ല, പിന്നെ എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. ഇനി അടുത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ടെൻസർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ബലൂണിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ബലൂണിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്, വെള്ളം നിറച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റിൽ പ്രഷർ വരും അല്ലേ? ഇപ്പൊ ഇതിനകത്ത് നിറയെ വാട്ടർ ആണ്. അപ്പൊ ഈ വാട്ടർ പ്രഷർ കൊടുക്കും. ആ പ്രഷർ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അപ്പൊ പല ഡയറക്ഷനിൽ പ്രഷർ വരാം. അപ്പൊ പ്രഷർ പല ഡയറക്ഷനിൽ പ്രഷർ വരാം അല്ലേ? ഈ എല്ലാ പ്രഷറുകളും ഒരുപോലെയാണോ? പക്ഷെ എല്ലാ പ്രഷറും ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ പ്രഷർ പല ഡയറക്ഷനിലുണ്ട് അല്ലേ? ഈ ഒരു പോയിന്റിൽ പ്രഷർ പല ഡയറക്ഷനിലുണ്ട് അല്ലേ? ഇനി ഇതിന്റെ എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ഡയറക്ഷനും ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാം ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ടെൻസർ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് അറ്റ് ദ സെയിം പോയിന്റ്. എന്താണ്? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് അറ്റ് ദ സെയിം പോയിന്റ് ആർ നോൺ ബൈ ദ നെയിം ടെൻസർ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രഷർ. അപ്പൊ പ്രഷർ എന്ത് ക്വാണ്ടിറ്റിയാണ്? ടെൻസർ ക്വാണ്ടിറ്റിയാണ്. പറയൂ, വാട്ട് ഈസ് എ ടെൻസർ? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് different magnitude in different directions at the same point are known by the name tensors. ഇനി പ്രഷർ അപ്പൊ എന്ത് ക്വാണ്ടിറ്റിയാണ്? ടെൻസർ ആണ്. ഇനിയും വേറെയും ടെൻസറിന് എക്സാമ്പിൾ പറയാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പഠിച്ചിട്ടില്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഒരു ടെൻസർ ആണ്. മറക്കരുത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു ടെൻസറിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പഠിച്ച റേഡിയസ് ഓഫ് ജൈറേഷൻ ഒരു ടെൻസർ ആണ്. റേഡിയസ് ഓഫ് ജൈറേഷനും ഒരു ടെൻസറിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ്? സ്ട്രെസ്, കണ്ടക്ടിവിറ്റി, ഇതെല്ലാം സ്ട്രെസ്, പിന്നെ കണ്ടക്ടിവിറ്റി, ഇതെല്ലാം എന്ത് ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്? ടെൻസറിന് എക്സാമ്പിൾ ആണ്. ഇനിയുണ്ട് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റെസിസ്റ്റിവിറ്റി. ഞാൻ എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പിന്നെ റെസിസ്റ്റിവിറ്റി, പിന്നെ എന്താണ്? ഡെൻസിറ്റി, ഇതെല്ലാം ടെൻസറിന് എക്സാമ്പിളുകളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കണം,
what is a tensor? A physical quantity having different magnitude in different directions at the same point are known as എന്തോന്ന് ടെൻസർ. ഇപ്പോൾ ഒരു പോയിന്റ് തന്നെ പല ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഇനി ഈ ഓരോ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിന് ഓരോ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ആക്ട് ചെയ്യുന്നതെല്ലാം ഒരു പോയിന്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ടെൻസർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് സ്കേലാർ. എക്സാമ്പിൾ അറിയാം. Then physical quantity having both the magnitude and direction വിളിക്കുന്ന പേര് വെക്ടർ. ഇനി what is the condition for a quantity to be vector? ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ പറയൂ. It must have magnitude, it must have direction, it must obey the rules of vector addition. ഇലക്ട്രിക് കറണ്ട് എന്തുകൊണ്ടാണ് സ്കേലർ ആയി പോയത്? ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഒബേ ദ റൂൾസ് ഓഫ് വെക്ടർ അഡീഷൻ. അതുകൊണ്ടാണ് കറണ്ട് എന്ത് ക്വാണ്ടിറ്റി ആയി പോയത്? സ്കേലർ ആയി പോയത്. ഓക്കെ ആണേ. ഇനി നമ്മൾ കുറെ വെക്ടേഴ്സിന്റെ പേര് പഠിക്കാൻ പോവാണ് പെട്ടെന്ന്. എല്ലാം നിങ്ങൾക്ക് അറിയാന്നുള്ളത് തന്നെ പടപട നിങ്ങൾ പറയണം. നോക്കിക്കോളൂ, ഓരോന്നായിട്ട് ചോദിക്കാം. ഈക്വൽ വെക്ടേഴ്സ് എന്താണ്? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കൈവശം രണ്ട് വെക്ടർ ഉണ്ട്. ഇതാ ഒരു വെക്ടർ, ഇത് അടുത്തൊരു വെക്ടർ. രണ്ടിന് ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. അപ്പോൾ ടു വെക്ടേഴ്സ് ഈക്വൽ ആവുന്ന എപ്പോഴാണ്? ഇഫ് ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. അടുത്തത് നൾ വെക്ടർ. എന്താണ് നൾ വെക്ടർ? അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് സീറോ വെക്ടർ. സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് സീറോ ഉള്ള വെക്ടറിനെ പറയുന്ന പേരാണ് നൾ വെക്ടർ. മാഗ്നിറ്റ്യൂഡ് സീറോ ഉള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് നൾ വെക്ടർ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സാധനം, അപ്പൊ നമ്മുടെ ആരാണ് അജേഷ് ജനിച്ചിട്ട് ഇതുവരെ തലയുടെ അകത്തുള്ള സാധനം വർക്ക് ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല. അപ്പൊ ആ സാധനം ഇപ്പോഴും റെസ്റ്റിലാണ്. അപ്പൊ ആ സാധനത്തിന്റെ വെലോസിറ്റി എത്രയാ? വെലോസിറ്റി 0 ആണ്. ശരിയല്ലേ? അപ്പൊ ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാ? 0 എന്നാണ് ഞാൻ എഴുതിയത്. വെലോസിറ്റി ഒരു വെക്ടർ അല്ലേ? അപ്പൊ വെലോസിറ്റി ഒരു വെക്ടറാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അപ്പൊ സാധനം വെക്ടർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ്, അങ്ങനെയുള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. എന്താണ്? വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഓബ്ജക്ട് എക്സാമ്പിൾ ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ ആൻസർ 0 ആണ്. അപ്പൊ വെലോസിറ്റി ആയതുകൊണ്ട് അത് വെക്ടറുമാണ്. അപ്പൊ ആ വെക്ടർ ഈസ് എക്സാമ്പിൾ ഫോർ നൾ വെക്ടർ ഓർ സീറോ വെക്ടർ. അപ്പൊ വാട്ട് ഈസ് നൾ വെക്ടർ? വെക്ടർ ഹാവിംഗ് 0 മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് നൾ വെക്ടർ. അടുത്തത് നെഗറ്റീവ് വെക്ടർ. കേട്ടിട്ടുണ്ടോ? നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഞാനൊരു വെക്ടർ നിങ്ങൾക്ക് തരുന്നു, കണ്ടോ? ഇത് ഒരു വെക്ടറാണ്. അതേ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചാൽ ഈ രണ്ടാമത് വരച്ചതിനെ ആദ്യത്തവന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ തിരിച്ച് ഈ ആദ്യം വരച്ചവനെ രണ്ടാമത്തവന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. അപ്പൊ എന്താണ് നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? തന്നിരിക്കുന്ന വെക്ടറിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ആദ്യത്തെ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ. അപ്പോൾ വാട്ട് ഈസ് നെഗറ്റീവ് വെക്ടർ? വെക്ടർ ഹാവിംഗ് same magnitude but opposite direction to the given vector is its negative vector. A vector having same magnitude but opposite direction to the given vector is its negative vector. അടുത്തത് യൂണിറ്റ് വെക്ടർ. കേട്ടിട്ടുണ്ടോ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടറിന്റെ പേരാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ എ വെക്ടർ ഹാവിംഗ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് നോൺ ആസ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ഡയറക്ഷൻ നമ്മൾ എന്താ വിളിക്കുക? ഐ ക്യാപ്. വൈ ഡയറക്ഷൻ എന്താ? ജെ ക്യാപ്. ഇസഡ് ഡയറക്ഷൻ എന്താ? കെ ക്യാപ്. അപ്പോൾ ഇല്ലാതാക്കരുത്. അപ്പോൾ പറയൂ. സോ വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ? വെക്ടർ ഹാവിംഗ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ഡയറക്ഷൻ ഐ ക്യാപ്, വൈ ഡയറക്ഷൻ ജെ ക്യാപ്, ഇസഡ് ഡയറക്ഷൻ കെ ക്യാപ്. അടുത്തത് പൊസിഷൻ വെക്ടർ. എന്താണ് പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിവിടെ കാർട്ടീഷ്യൻ ആക്സിസ് വരച്ചു. ഓക്കെ, ഇതിനെ ഒറിജിൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ പൊസിഷനെ കാണിക്കാൻ വേണ്ടി ഈ ഒറിജിനിൽ നിന്ന് ഞാനൊരു വെക്ടർ വരച്ചു. കണ്ടോ? വെക്ടർ വരച്ചു. ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ വെക്ടർ ഷോയിങ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ആൻ ആർബിട്രറി ഒറിജിൻ. എന്താണ് ആർബിട്രറി ഒറിജിൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഒറിജിൻ നമ്മൾ എടുത്തു. ആ ഒറിജിനിൽ നിന്ന് നമ്മുടെ ആ ബോഡിയുടെ പൊസിഷൻ എവിടെയാണോ അങ്ങോട്ടത്തേക്ക് വരച്ച വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. പറയൂ, വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ? വെക്ടർ ഷോയിങ്
position of an object. Vector showing position of an object with respect to an arbitrary origin is known as position vector. അടുത്തത് കോപ്ലാനാർ വെക്ടേഴ്സ്. എന്താണ് കോപ്ലാനാർ വെക്ടേഴ്സ്? കോപ്ലാനാർ വെക്ടേഴ്സ് കേട്ടിട്ടുണ്ടോ? എന്താണ് കോപ്ലാനാർ? പേര് തന്നെ ഉണ്ട്, ഒരേ പ്ലെയിനിൽ വരുന്ന വെക്ടേഴ്സ്. ഇപ്പൊ ഈ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിലാണ്. ഈ പ്ലെയിനിൽ ഞാൻ വരയ്ക്കുന്ന വെക്ടേഴ്സിനെ എല്ലാം എന്തെന്ന് പറയാം? കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ബോർഡിന്റെ പാരലായിട്ട് വേറൊരു ബോർഡ് കൂടെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ബോർഡിൽ ഞാൻ കുറെ വെക്ടേഴ്സ് വരയ്ക്കുകയാണ്. ഈ വെക്ടേഴ്സ് എന്താവും? കോപ്ലാനാർ ആവും. അപ്പൊ എന്താണ്? വെക്ടേഴ്സ് ഇൻ ദ സെയിം പ്ലെയിൻ ഓർ പാരലൽ പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനാർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഇൻ ദ സെയിം പ്ലെയിൻ ഓർ പാരലൽ പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനാർ വെക്ടേഴ്സ്. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇവിടെ നോക്കൂ. അപ്പൊ ഞാനിവിടെ ഒരു ബോഡിയുടെ കാര്യം പറയാൻ പോവാണ്. ബോഡി പണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ. ബോഡി പണ്ട് ഇവിടെ ആയിരുന്നു, എ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒറിജിനിൽ നിന്ന് ഒരു പൊസിഷൻ വെക്ടർ അങ്ങോട്ടേക്ക് വരച്ചു. ഇതാണ് പൊസിഷൻ വെക്ടർ. കുഴപ്പമില്ലല്ലോ. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ ബോഡി ഇവിടത്തേക്ക് എത്തി, ബിയിലേക്ക് എത്തി. അപ്പോഴും ഞാനൊരു പൊസിഷൻ വെക്ടർ വരച്ചു. അതിന്റെ പേരാണ് ആർ ഡാഷ്. ഓക്കെ, ഇനി ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഞാൻ ഒരു വെക്ടർ വരയ്ക്കാം. ഈ വരച്ച വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എന്താ പേര്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ എന്താണ്? വെക്ടർ ഡ്രോൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ടു ഫൈനൽ പൊസിഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ നമുക്കിവിടെ you can see an object at A initially. So initial position vector is R. Then after some time it comes to a new position B. The new position vector is R dash. Then the vector from A to B, that is vector from initial position to final position, is known by the name displacement vector. Appo endana displacement vector ennu parnal vector showing displacement from initial position to final position is known as displacement vector. Adutha modulus of vector kettundo? Modulus of vector. വെക്ടറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ്. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറയുന്ന പേരാണ് മോഡുലസ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈസ് നോൺ ആസ് മോഡുലസ്. സോ ലിസൺ, എല്ലാം ഒന്ന് പറയൂ. ഈക്വൽ വെക്ടേഴ്സ്. വാട്ട് ആർ ഈക്വൽ വെക്ടേഴ്സ്? Two vectors are equal if they have same magnitude and same direction. Null vector or zero vector പറയൂ. Vector having zero magnitude is known as zero vector. Example, velocity of a stationary object. അടുത്തെന്താണ്? നെഗറ്റീവ് വെക്ടർ. What is negative vector? എന്താണ് നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? A vector having same magnitude but opposite direction to the given vector is its negative vector. അടുത്തെന്താണ്? യൂണിറ്റ് വെക്ടർ. A vector having unit magnitude is known as unit vector. Unit vector along x direction is I cap, y direction is j cap, z direction is k cap. Then what is position vector? Vector showing position of an object with respect to a convenient origin, with respect to an arbitrary origin is known as position vector. Aduthendana coplanar vectors. Vectors in the same plane or parallel plane are known as coplanar vectors. Aduthendana displacement vector. What is displacement vector? Vector showing displacement from initial position to final position is known as displacement vector. അടുത്തെന്താണ്? Modulus of a vector. Magnitude of a vector is known as modulus. Magnitude of a vector is known as modulus. Okay, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമുക്കറിയാന്നുള്ള സാധനം ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമുക്കിവിടെ രണ്ട് വെക്ടേഴ്സ് എടുക്കാം. നോക്കട്ടെ, ഇത് വെക്ടർ എ എന്നാണ്, ഇത് വെക്ടർ ബി ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ട്രയാങ്കിളിലോ വെച്ചിട്ട് വെക്ടർ അഡീഷൻ ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? ആദ്യത്തെ വെക്ടറിനെ അതേപടി എഴുതും അല്ലേ? അപ്പൊ ആദ്യത്തെ വെക്ടറിനെ അതേപടി വരച്ചു. ഓക്കെ, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് രണ്ടാമത്തെ വെക്ടറിനെ വരയ്ക്കാം. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് രണ്ടാമത്തെ വെക്ടറിനെ വെച്ചു, കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രയാങ്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്കൂ, ഡയറക്ഷൻ നോക്കൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് അങ്ങോട്ട് പോയി, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരയ്ക്കുക. ഇതാണ് ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ റിസൾട്ടന്റ്. ഈ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു തെങ്ങ്, ഇപ്പൊ ഞാനാണ് ഒരു തെങ്ങ്. അപ്പൊ ഈ തെങ്ങിനെ മറിച്ചിടാൻ വേണ്ടി രണ്ട് കയർ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു കയറിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, ഒരു ഫോഴ്സ് ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ നെറ്റ് എഫക്ട് ഇതിലാണ് കിട്ടുന്നത്. അപ്പൊ ഇതെന്ത് ഇങ്ങനെ വീഴും, ശരിയല്ലേ? അപ്പൊ നെറ്റ് എഫക്ട് എത്ര വരും എന്നാണ് കിട്ടിയത്. അപ്പോ അതാ ഇതേമാതിരി ഒരു ഫോഴ്സും ഈ രണ്ട് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഈ ഡയറക്ഷനിലായിരിക്കും നീങ്ങുന്നത്. അപ്പോൾ അത് ഈ സാധനത്തിന്റെ നോക്കൂ,
ഈ ഫോഴ്സ് ഇപ്പം ഇതിപ്പോൾ ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ, ഇത് 5 ആണെന്നിരിക്കട്ടെ, ഇതൊരു 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ തെങ്ങിൽ കിട്ടിയ ഫോഴ്സുകൾ 5 ന്യൂട്ടനും 2 ന്യൂട്ടനുമാണ്. അപ്പോൾ തെങ്ങിൽ എത്ര എഫക്റ്റ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഇതാണെന്ന് നോക്കുക. ചിലപ്പോൾ ഇത് 7, 8 എന്നായിരിക്കും. അപ്പോൾ 8 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ല? ഇവിടെ ഒരു തെങ്ങ് കട്ട് ചെയ്തിടണം. അപ്പോൾ തെങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടി 2 കയറൊക്കെ കെട്ടിയിട്ടു. കയറ് കെട്ടിയിട്ട് അതിനകത്ത് ഒരു കയറിൽ 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, ഒരു കയറിൽ 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ തെങ്ങിൽ എത്ര ഫോഴ്സ് നെറ്റ് എഫക്റ്റ് ആയിട്ട് കിട്ടും, അതെങ്ങോട്ടായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് ഈ റൂൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ 5 ന്യൂട്ടൺ, ഇത് 5 ആണെന്നിരിക്കട്ടെ, ഇത് 2 ആണെന്നിരിക്കട്ടെ, ഇത് 7.5 ആണെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തെങ്ങിൽ ഈ ഡയറക്ഷനിലും 2 ഫോഴ്സ് ഇതുപോലെ കൊടുത്താൽ തെങ്ങിന്റെ മണ്ടയിൽ കിട്ടുന്ന നെറ്റ് എഫക്റ്റ് 7.5 ന്യൂട്ടൺ ആയിരിക്കും. അത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനിൽ തെങ്ങ് വീഴും. അപ്പോൾ ഈ റൂളിന്റെ പേരാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ തന്നിരിക്കുന്ന വെക്ടേഴ്സിന് എന്ത് ചെയ്യണം? ആദ്യത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ വരയ്ക്കണം. എന്നിട്ട് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. തേർഡ് സൈഡ് എങ്ങനെ എടുക്കണം? സെയിം ഡയറക്ഷനിൽ എടുക്കരുത്, റിവേഴ്സ് ഓർഡറിൽ എടുക്കണം. ഇറ്റ് ഗീവ്സ് എ റിസൾട്ടന്റ്. ഇനി ഞാൻ ഒരെണ്ണം കൂടെ വരച്ച് കാണിക്കാം. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി ആണെന്നിരിക്കട്ടെ. ട്രയാങ്കിളിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യും? ആദ്യത്തവനെ അതുപോലെ വരയ്ക്കും അല്ലേ, വെക്ടർ എ. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തവനെ വരയ്ക്കുക. നോക്കൂ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തവനെ വരച്ചു, കണ്ടോ? വെക്ടർ ബി. ഇനി എന്ത് ചെയ്യും? ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അടുത്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അതിന്റെ ഓപ്പോസിറ്റ് വരയ്ക്കുക. ഇതാണ് ഇത് രണ്ടിന്റെയും കൂടെ എഫക്റ്റ്. അപ്പൊ ഈ ലോയുടെ പേരാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഇനി അടുത്ത ഒന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്കൂ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഇങ്ങനെയാണെങ്കിലോ ആദ്യത്തവനെ അതുപോലെ വരയ്ക്കും, വെക്ടർ എ, ഒരു കുഴപ്പമില്ല. അടുത്തവൻ അവന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരച്ചു, കണ്ടോ? വെക്ടർ ബി. ഇനി എന്ത് ചെയ്യും? ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ പറയും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അടുത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഇതാണ് റിസൾട്ടന്റ്. അതായത് ഇതാണ് അത് രണ്ടിന്റെയും കൂടെ നെറ്റ് എഫക്റ്റ്. ഈ രീതിയിൽ നെറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കുന്ന ഈ മെത്തേഡിന്റെ പേരാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ വെക്ടറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തവനെ വരയ്ക്കണം, എന്നിട്ട് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് സെയിം ഓർഡർ എടുക്കരുത്, ഓപ്പോസിറ്റ് ഓർഡറിൽ വരയ്ക്കണം. ഇറ്റ് ഈസ് എ റിസൾട്ടന്റ്. ഈ ലോ ഈസ് നോൺ ആസ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. നമുക്കിനി അടുത്ത ലോയിലേക്ക് പോവാം. ഏതാണ് അടുത്ത ലോ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. നോക്കിക്കോളൂ, പാരലോഗ്രാം ലോ. നോക്കൂ, നമ്മുടെ കയ്യിൽ 2 വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. ഇത് രണ്ടുമാണ് നേരത്തെ ഉള്ള 2 വെക്ടേഴ്സ് തന്നെ. ഇത് രണ്ടിന്റെയും കൂടെ നെറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കാൻ ഏത് ലോയും ഉപയോഗിക്കാം? പാരലോഗ്രാം ലോ ഉപയോഗിക്കാം. അപ്പൊ അതിന് വേണ്ടി ചെയ്യേണ്ടത് ആദ്യത്തെ വെക്ടറിന് അതുപടി വരയ്ക്കുക. അപ്പൊ വെക്ടർ എ അതുപോലെ വരച്ചു. ഇവന്റെ ഒറിജിൻ ഇതല്ലേ? ആ ഒറിജിനിൽ അടുത്തവന്റെ ഒറിജിൻ കൊണ്ടുവയ്ക്കണം. അപ്പൊ ഇവനെ പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചരിയാതെ റൊട്ടേറ്റ് ആവാതെ അതേപടി എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. അപ്പൊ അതിനെ അതേപടി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു, കണ്ടോ? ഇതാണ് വെക്ടർ ബി. 2 വെക്ടേഴ്സായി. ഇനി നമ്മൾ ഈ വെക്ടറിന്റെ പാരലൽ ഇവിടെ നിന്ന് വരയ്ക്കണം, കണ്ടോ? ഈ വെക്ടറിന്റെ പാരലൽ ഇവിടെ നിന്നും വരയ്ക്കണം. വരച്ചു. അപ്പൊ പാരലോഗ്രാം ആയില്ലേ? എന്നിട്ട് ഈ ഇവിടെ നിന്ന് ഡയഗണൽ വരയ്ക്കുക. ദിസ് ഈസ് എ റിസൾട്ടന്റ്. അപ്പൊ ഈ വെക്ടറിന്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ഇത്ര വരും, ഇത്രയും നീളം വരും. ഇത്ര നീളം അളന്ന് നോക്കിയാൽ എത്ര ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ അത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഈ ലോയെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം ലോ. നമ്മൾ ട്രയാങ്കിൾ ലോ ചെക്ക് ചെയ്താലും പാരലോഗ്രാം ലോ ചെക്ക് ചെയ്താലും ഒരു തെങ്ങിനെ മറിച്ചിടാൻ വേണ്ടി 5 ന്യൂട്ടനും 2 ന്യൂട്ടനും ഈ 2 ഡയറക്ഷനിൽ ആക്ട് ചെയ്താൽ നെറ്റ് എഫക്ട് എത്ര വരും എന്ന് നോക്കാൻ വേണ്ടി ഏത് ലോ ചെയ്താലും നമുക്ക് ഒരുപോലെ വരും. ഓക്കെ, അപ്പൊ ഈ ലോയുടെ പേരാണ് പാരലോഗ്രാം ലോ. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ വെക്ടറിനെ അതേപടി വരയ്ക്കണം, അവന്റെ ഒറിജിനിൽ രണ്ടാമത്തെ ഒറിജിൻ കൊണ്ടുവയ്ക്കണം, എന്നിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കോമൺ ഒറിജിനിൽ നിന്ന് എന്ത് വരയ്ക്കണം? ഡയഗണൽ വരയ്ക്കണം. ഡയഗണലാണ് റിസൾട്ടന്റ്. ദിസ് ലോ ഈസ് കോൾഡ് പാരലോഗ്രാം ലോ. ഞാൻ ഇനി ഇതൊന്നും കൂടെ വേറെണ്ണം കൂടെ വരച്ച് കാണിക്കാം. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി എന്നിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ആദ്യത്തവനെ അതുപടി വരയ്ക്കും. അപ്പൊ ഇതാണ് വെക്ടർ എ. അടുത്ത ഇതിന്റെ ഒറിജിൻ ഇതാണ്. വെക്ടർ ബി എ ഇങ്ങനെ വരയ്ക്കണം. ഇപ്പോഴല്ലേ 2 പേർക്കും കോമൺ ഒറിജിൻ ആയുള്ളൂ. ഇനി എന്ത് വരയ്ക്കുക? പാരലോഗ്രാം വരയ്ക്കുക. ഈ വെക്ടറിന്റെ പാരലൽ ഇതിന്റെ അറ്റത്തുനിന്ന് വരയ്ക്കുക. വരച്ചു. അടുത്ത ഈ വെക്ടറിന്റെ പാരലൽ അതിന്റെ അറ്റത്തുനിന്ന് വരയ്ക്കുക. വരച്ചു. പാരലോഗ്രാം കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ കോമൺ ഒറിജിനിൽ നിന്ന് എന്ത് വരയ്ക്കുക? ഡയഗണൽ വരയ്ക്കുക. ഇതാണ് റിസൾട്ടന്റ്. ലോയുടെ പേര് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം.
അടുത്ത ലോയുടെ പേരാണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നിങ്ങൾ കേട്ട് കാണും, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നോക്കിക്കോളൂ, പോളിഗൺ ലോ. എൻ്റെ കയ്യിൽ കുറെ വെക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ആദ്യത്തെ വെക്ടർ, ഇവന്റെ പേര് എ. രണ്ടാമത്തെ വെക്ടറിന്റെ പേരാണ് ബി. അടുത്തൊരു വെക്ടറിന്റെ പേരാണ് സി. അടുത്ത ഒരു വെക്ടറിന്റെ പേരാണ് ഡി. ഓക്കെ, 4 വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 4 വെക്ടറുകൾ, അതായത് 4 ഫോഴ്സ് ആണെന്നിരിക്കട്ടെ, ഇതേപോലെ 4 ഫോഴ്സുകൾ ഒരു തെങ്ങിന്റെ മണ്ടയിൽ ആക്ട് ചെയ്താൽ നെറ്റ് എഫക്ട് എത്രയായിരിക്കും തെങ്ങിൽ കിട്ടുന്നത്, എങ്ങോട്ടായിരിക്കും എന്നറിയണം. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലോയുടെ പേരാണ് പോളിഗൺ ലോ. അപ്പൊ അതിനകത്തൊന്നുമില്ല, ആദ്യത്തെ വെക്ടർ വരച്ചു, അതേപടി വരച്ചു. അപ്പൊ വെക്ടർ എ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ വരച്ചു, കണ്ടോ, വരച്ചു. വെക്ടർ ബി, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മൂന്നാമത്തെ വരച്ചു, കണ്ടോ. ഇനി അടുത്ത അവന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നാലാമത്തെ വരച്ചു. ഓക്കെ, അപ്പൊ ഡി. ഇനി എന്ത് ചെയ്യണം, ഈ ബാക്കി നിൽക്കുന്ന 2 എണ്ണം കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു പോളിഗൺ ആയില്ലേ, പോളിഗൺ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, പോകുന്ന ഡയറക്ഷൻ നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പൊ താഴോട്ടാണ് പോകേണ്ടത്. ഇനി ബാക്കി അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഇതാണ് നെറ്റ് എഫക്ട്. ഈ ലോയെ വിളിക്കുന്ന പേരാണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഞാൻ എങ്ങനെ കിട്ടിയെന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, കണ്ടേ, ഇത് കണ്ടോ, ഇത് വെക്ടർ എ ആണല്ലേ, ഇത് വെക്ടർ ബി ആണ്. അപ്പോഴേ ഞാനിവിടെ ട്രയാങ്കിൾ ലോ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഇതിൻ്റെയും കൂടെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതല്ലേടെ, അല്ലേ? ആണ്. ഇനി അടുത്ത നോക്കണം. അടുത്ത ഞാൻ ഇവിടെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ്ട് ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, ആ ഡോട്ടഡ് ലൈനും സിയും കൂടെ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുകയാണ്. കണ്ടോ, നോക്കൂ, ഇതൊരു വെക്ടർ കാണുന്നുണ്ടോ? അപ്പം ഇതൊരു വെക്ടർ, ഇത് അടുത്ത വെക്ടർ, കണ്ടോ? ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് അല്ലേ, ഇങ്ങനെയല്ലേ വരിക, കണ്ടോ? ഇനി അടുത്ത നോക്കിക്കോണം, ഇങ്ങനെ ഒരു വെക്ടർ വന്നാൽ അടുത്ത വെക്ടർ ഇങ്ങനെയും വന്നാൽ ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് അല്ലേ ഇത്? നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കൂ, നമ്മുടെ ആദ്യത്തെ വെക്ടർ അല്ലേ ഇത്, വെക്ടർ എ ആണിത്. ഇനി അടുത്ത വെക്ടർ ബി ആണ് ഇത്. അപ്പൊ ഇത് വെക്ടർ ബി ആണ്. ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടന്റ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? ചുമ്മാതെ പറ, ഈ ട്രയാങ്കിൾ ലോ ഉപയോഗിക്കും അല്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്കൂ, എങ്ങനെ വരയ്ക്കും? ഇങ്ങോട്ടല്ലേ വരയ്ക്കുക? ഇതാണ് എയുടെയും ബിയുടെയും കൂടെ നെറ്റ് എഫക്റ്റ്. ഇപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കൂടെ എഫക്റ്റ് എന്നേ അർത്ഥമുള്ളൂ. ഇനി അടുത്ത സി എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കും അല്ലേ? അപ്പൊ ഇതാണ് സി. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എ പ്ലസ് ബിയുടെയും സിയുടെയും കൂടെ സം കാണാൻ പോകുന്നു, നെറ്റ് എഫക്റ്റ് കാണാൻ പോകുന്നു. അതിനെന്ത് ചെയ്യും? ഇത് വരയ്ക്കും. എന്താണ് ഡയറക്ഷൻ? ഇതങ്ങോട്ട് അതങ്ങോട്ട്. അപ്പൊ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കില്ലേ? അതെന്ന് പറയുന്നത് ഇതിന്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ആയിരിക്കും. അതായത് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. അപ്പൊ ഇതെന്തോന്നാണ്? എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഇനി അടുത്തത് ഇത് വരയ്ക്കണം. ഡി, കണ്ടോ? ഡി വരച്ചു. നോക്കൂ, ഇനി നിങ്ങൾ നോക്കൂ, ഇതാണ് ഒരു വെക്ടർ. ഇതാണ് ഒരു വെക്ടർ. ഇതിന്റെ പേര് എ പ്ലസ് ബി പ്ലസ് സി എന്നാണ്. ഇതാണ് അടുത്ത വെക്ടർ, അവന്റെ പേര് ഡി എന്നാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് കാണാൻ ട്രയാങ്കിൾ ലോ ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങോട്ട് ഡയറക്ഷൻ വരും? ഇതങ്ങോട്ട് അതിങ്ങോട്ട്. അപ്പൊ അടുത്ത ഇതല്ലേ റിസൾട്ടന്റ് എന്ന് പറയുന്നത്? ഇതേ പ്ലസ് ഇതല്ലേ? അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ആണ് ഇത്. അപ്പോൾ അതല്ലേ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ലോയുടെ പേരാണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. കുഴപ്പമുണ്ടോ? അപ്പോൾ എന്താണ് തന്നിരിക്കുന്ന വെക്ടേഴ്സ് എങ്ങനെ എടുക്കണം? ആദ്യത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ എടുക്കണം, അവന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത എടുക്കണം, അവന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത എടുക്കണം. എന്നിട്ട് പോളിഗൺ കംപ്ലീറ്റ് ചെയ്യുക. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സൈഡ് റിവേഴ്സ് ഓർഡറിൽ എടുക്കണം. ഇറ്റ് ഈസ് എ റിസൾട്ടന്റ്. അതായത് ഇതാണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ ഡി എന്ന് എഴുതിയാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കൂടെ നെറ്റ് എഫക്ട് എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ, ഈ ലോയുടെ പേര് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നാണ്. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. എ മൈനസ് ബി എനിക്ക് കാണാം. അടുത്ത് ഞാൻ കാണാൻ പോകുന്നത് എ മൈനസ് ബി ആണ്. ശ്രദ്ധിച്ചോളൂ, എ മൈനസ് ബി റെപ്രസെന്റ് ചെയ്യണം. വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ത് ചെയ്യും?
വെക്ടർ എ മൈനസ് വെക്ടർ ബി കാണാൻ എന്ത് ചെയ്യും? നമുക്കറിയാന്നുള്ളത് ഈ വെക്ടർ എ പ്ലസ് നെഗറ്റീവ് വെക്ടർ ഓഫ് ബി എന്ന് എഴുതും. ഇങ്ങനെയല്ലേ എഴുതുക? അപ്പൊ എ മൈനസ് ബി കാണാൻ എന്ത് ചെയ്യും? എ പ്ലസ് നെഗറ്റീവ് വെക്ടർ ഓഫ് ബി എന്ന് എഴുതും. കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിനെ ട്രയാങ്കിളിലോ വെച്ചിട്ടും കാണിച്ചു തരാം, പാരലോഗ്രാമിലോ വെച്ചും കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് വെക്ടർ എ കേട്ടോ, ഇതാണ് വെക്ടർ ബി എങ്കിൽ നിങ്ങൾ എ മൈനസ് ബി ട്രയാങ്കിളിലോ വെച്ചിട്ടും കാണിച്ചു തരണം, പാരലോഗ്രാമിലോ വെച്ചും കാണിച്ചു തരണം. നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് എയും വേണം, നെഗറ്റീവ് ബിയും വേണം. എയും വേണം, നെഗറ്റീവ് ബിയും വേണം. എ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതാണ് എ, ഇതാണ് എ. ഇനി നെഗറ്റീവ് ബി എങ്ങനെ വരയ്ക്കും? നേരെ അതേ ലെങ്ത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. ഓക്കെ, ഇതാണ് നെഗറ്റീവ് ബി. അപ്പൊ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും കൂടെ സം കാണിക്കാൻ വേണ്ടി ട്രയാങ്കിൾ ലോ ഉപയോഗിക്കും. ഞാൻ ഇനി പറഞ്ഞാണോ? നിങ്ങൾക്ക് അറിയാം എങ്ങനെ വരയ്ക്കും, പറയൂ. അപ്പൊ ആദ്യത്തെ വെക്ടർ വരച്ചു, ആദ്യത്തെ വെക്ടർ വരച്ചു. ഇതാണ് വെക്ടർ എ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവനെ വരയ്ക്കണം. പറഞ്ഞോളൂ. വരച്ചു. അപ്പൊ ഇതാണ് നെഗറ്റീവ് ബി. കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യാ? ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ പറയൂ, ഡയറക്ഷൻ പറയൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പൊ അടുത്തത് അങ്ങോട്ടാണ് പോകേണ്ടത്, അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇതാണ് എ പ്ലസ് എന്തോന്ന് മൈനസ് ബി, അല്ലെങ്കിൽ എ മൈനസ് ബി, എ പ്ലസ് മൈനസ് ബി ഓർ എ മൈനസ് ബി. അപ്പൊ ഇത് ഏത് ലോയിലാണ് റെപ്രസെന്റ് ചെയ്തത്? ട്രയാങ്കിൾ ലോയിൽ. ഇനി ഞാൻ ഇതിനെ പാരലോഗ്രാം ലോയിലും കൂടെ കാണിച്ചു തരാം. നോക്കൂ. അപ്പൊ പാരലോഗ്രാം ലോയിൽ വരയ്ക്കാൻ പോവാണ്. നോക്കൂ, വെക്ടർ എ വരച്ചു. ഇതാണ് വെക്ടർ എ. ഇനി അതിന്റെ ഒറിജിനിൽ വേണം നെഗറ്റീവ് ബിയെ കൊണ്ടുവയ്ക്കാൻ. കൊണ്ടുവച്ചു. കണ്ടില്ലേ? അപ്പൊ നെഗറ്റീവ് ബി. ഇനി നമ്മൾ എന്ത് ചെയ്യും? പാരലോഗ്രാം വരയ്ക്കാൻ നമുക്കറിയാം. വരച്ചു. ഇനി ഡയഗണൽ വരച്ചു അല്ലേ? ഇതല്ലേ റിസൾട്ടന്റ്? റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് മൈനസ് ബി, അതായത് എ മൈനസ് ബി. ഇതല്ലേ? നിങ്ങൾ നോക്ക്, ഈ രീതിയിൽ നോക്കിയപ്പോഴും ഈ രീതിയിൽ നോക്കിയപ്പോഴും ഒരേ ഇതല്ലേ? ഈ നീളം തന്നെ, ഈ നീളം തന്നെ. ഇനി ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. സെയിം അല്ലേ? അപ്പൊ ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചാലും പാരലോഗ്രാം ലോ ഉപയോഗിച്ചാലും ആൻസർ സെയിമേ വരൂ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. എന്റെ കയ്യിൽ എന്താണ്? രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. എ മൈനസ് ബി കാണണം. എന്ത് ചെയ്യും? എ മൈനസ് ബി കാണാൻ എന്ത് ചെയ്യും? എ പ്ലസ് മൈനസ് ബി എന്ന് എടുക്കും. ഇനി അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. എ മൈനസ് ബി കാണണം. എങ്ങനെ ചെയ്യും? എ മൈനസ് ബി കാണാൻ പറഞ്ഞാൽ എ വേണം, മൈനസ് ബിയും വേണം. എ ഉണ്ട്, മൈനസ് ബി കാണാൻ ഇതേ സാധനം ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാൻ ഏത് ലോ വേണോ ഉപയോഗിക്കാം? ട്രയാങ്കിൾ ലോയോ പാരലോഗ്രാം ലോ ഉപയോഗിക്കാം. അപ്പൊ ആദ്യത്തെ വരച്ചു, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവനെ വരയ്ക്കുക. വരച്ചു. എന്നിട്ട് സൈഡ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് എന്തോന്ന്? എ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. കുഴപ്പമില്ല. ഇനി അടുത്ത പാരലോഗ്രാം ലോ വെച്ചിട്ട് വരയ്ക്കണം. ആദ്യത്തെ വരച്ചു. എന്നിട്ട് അവന്റെ ഒറിജിനിൽ അടുത്തവനെ കൊണ്ടുവച്ചു. വരച്ചു. എന്നിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. എന്ത് വരച്ചു? ഡയഗണൽ വരച്ചു. അതാണ് എ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. അപ്പൊ ഈ ലോയുടെ പേര് പാരലോഗ്രാം ലോ, മേല് വരച്ചത് ട്രയാങ്കിൾ ലോ. അപ്പൊ ഏത് വെച്ചിട്ട് വേണമെങ്കിലും എ മൈനസ് ബി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം.